ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ SK ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ ജൂൺ 1 നമ്മൾ സ്വന്തം ഗുരുവായൂരപ്പനെ കാണാൻ പോയൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ആയിട്ടിടണം ഷോർട്സ് ആയിട്ടിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഓർത്തു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തു. ഞങ്ങളിവിടുന്ന് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ചിറ്റയും കൂടെയായിരുന്നു ഗുരുവായൂർക്ക് പോയത്. നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു 8-8:30 ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങി സ്കൂട്ടിക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് 8:30 പാലരുവിക്ക് കയറി നമ്മൾ തൃശ്ശൂർ ഇറങ്ങി. അവിടുന്ന് പിന്നെ നമ്മൾ ഗുരുവായൂർ ട്രെയിനിൽ കയറി. അങ്ങനെയായിരുന്നു നമ്മൾ പോയത്. അപ്പം 8:30 ട്രെയിനിൽ കയറി. തിങ്കളാഴ്ചയായിരുന്നു. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അനിയത്തി പിന്നെ ചാടി വലിഞ്ഞ് കയറുന്ന സ്വഭാവമായതുകൊണ്ട് അവളതിൻ്റെ മണ്ടയിലെ ബെർത്തിൽ വലിഞ്ഞ് കയറി. അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കും സീറ്റ് കിട്ടി. വലിയ തിരക്ക് കുറഞ്ഞൊരവസ്ഥയായിരുന്നു. നമുക്ക് എറണാകുളത്തൊക്കെ ആയപ്പോൾ നമുക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 11:30 ആയപ്പോഴും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ചെന്നതെങ്കിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗുരുവായൂർ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ അവത്തേൽ ചാടിക്കരുത്. ആ കിടക്കുന്നത് നമ്മൾ വന്ന ട്രെയിനായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് പോകേണ്ട ട്രെയിനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിനിൽ കയറി. 1/2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ. അങ്ങനെ ട്രെയിനിൽ കയറി. വേറെ സ്റ്റോപ്പൊന്നുമില്ല, നേരെ ഗുരുവായൂർ തന്നെയാണ്. നേരെ ഇവിടെ പോയി ഇറങ്ങി, ഗുരുവായൂർ പോയി ഇറങ്ങി. ആ ട്രെയിനിൽ വല്ല തിരക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സീറ്റൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 12:30 ആയപ്പം നമ്മൾ ഗുരുവായൂർ ചെന്നു. ഞാൻ ആദ്യമായിട്ടാണ് പകൽ സമയത്ത് ഗുരുവായൂർ കൂടുതൽ പോകുന്നത്. നമ്മൾ കൂടുതലും രാത്രിയിൽ ഗുരുവായൂർ പാസഞ്ചറിനാണ് പോകുന്നത്. അത് 10 മണിക്ക് കയറും. വെളുപ്പിന് 2 മണിക്ക് പോയി നിൽക്കും, ക്യൂവിൽ പോയി നിൽക്കും, നിർമ്മാല്യം തൊഴും. പിന്നെ തിരിച്ച് ഒന്നെങ്കിൽ 6 മണിക്കത്തെ ട്രെയിനിന് തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു ഉച്ചയോടുകൂടി തിരിച്ചു വരിക ചെയ്തത്. ഇങ്ങനെ ഒരു വൈകുന്നേരം സമയത്ത് നട തുറന്ന് ഭഗവാനെ തൊഴുന്നത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. പക്ഷേ നന്നായിട്ട് എൻ്റെ ഭഗവാനെ തൊഴാനും പറ്റി. നമ്മൾ സാധാരണ പോകുന്നത് കിഴക്കൻ നട വഴിയാണെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ പടിഞ്ഞാറൻ നടയിലാണ് പോയി ഇറങ്ങിയത്. അവിടെ ബാഗും ചെരുപ്പും എല്ലാം കൊടുത്തു. നേരെ നമ്മൾ ക്യൂവിൽ പോയി നിന്നു. പിന്നെ എനിക്ക് ഭഗവാന്റെ അന്നദാനം കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരുപാട് സന്തോഷമായിരുന്നു. കാര്യം ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു അന്നദാനം കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെ അന്നദാനവും കഴിച്ചു. ഭഗവാനെ കണ്ണ് നിറയെ കണ്ടു കേട്ടോ. അതായത് വൈകുന്നേരത്തെ ആ തിരക്കില്ലാത്തൊരു സമയം. നട തുറന്നു വരുന്ന സമയത്ത് വലിയ തിരക്കില്ല. ഒരു 5-10 മിനിറ്റോളം നമുക്ക് നിന്ന് തൊഴാൻ പറ്റും. കാര്യം നമ്മളായിരുന്നു ആദ്യം ക്യൂവിൽ നിന്ന്. അങ്ങനെ ഭഗവാനെ കണ്ടു തൊഴുത് നമ്മൾ വൈകുന്നേരം നമുക്ക് ട്രെയിൻ കിട്ടിയില്ല. നമ്മൾ നേരെ ബസ്സിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.